സിറിയയ്ക്കെതിരെയുള്ള ഉപരോധം നീക്കാനൊരുങ്ങുകയാണ് അമേരിക്ക. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനം. സൗദിയുമായി അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ വിൽപ്പന കരാറിനും ധാരണയായി. ഏതാണ്ട് 14,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടാണ് ട്രംപ് സൗദിയിൽ നിന്ന് മടങ്ങുന്നത്. ഈ വാർത്തയെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാനായി അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ട്രംപിനെ കൂടുതൽ തിരിച്ചറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടാൽ. ഓക്കെ, വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് എസ്കെൻ പറഞ്ഞതുപോലെ ആഗോളതലത്തിൽ ഡൊണാൾഡ് ട്രംപ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാവുന്ന സുപ്രധാന തീരുമാനങ്ങളുമായിട്ടാണ് US പ്രസിഡന്റ് ഈ സൗദി യാത്ര തന്നെ ആരംഭിച്ചിരിക്കുന്നത്. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനും അതുപോലെ ടർക്കിഷ് പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗനുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. സിറിയയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ ഉപരോധം നീക്കുന്നതെന്നാണ് ഈ ട്രംപ് ചർച്ചകൾക്ക് ശേഷം പറഞ്ഞത്. അഹമ്മദ് അൽ ഷാറയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ ഗവൺമെന്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിജയം കൂടിയാണ്. അമേരിക്ക ഈ ഉപരോധങ്ങൾ നീക്കുന്നത് നമുക്ക് ഓർക്കണം, 2016 അൽ ഖയ്ദയുമായിട്ടൊക്കെ വലിയ തോതിൽ ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു. ഡിസംബറിൽ ബഷർ അൽ അസാദിന്റെ പതനത്തിന് ശേഷമാണ് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത്. 1979 സിറിയയെ സ്പോൺസർ ഓഫ് ടെററിസം എന്ന് പറഞ്ഞ് അമേരിക്ക പ്രഖ്യാപിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്തത്. 2004 ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അതുപോലെ ആഭ്യന്തര കലാപത്തിനെ തുടർന്ന് 2011 കൂടുതൽ ഉപരോധങ്ങൾ അമേരിക്ക സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ തീരുമാനത്തെ സിറിയൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തിട്ടുണ്ട്. സിറിയയുടെ പുനർനിർമ്മാണത്തിന് ഈ തീരുമാനം ഏറെ സഹായിക്കുമെന്നാണ് ഈ വിദേശകാര്യ മന്ത്രി പറഞ്ഞത്. ഇതിനായി മുൻകൈയെടുത്ത സൗദി ഭരണകൂടത്തിന് പ്രത്യേകം നന്ദിയും പറഞ്ഞിട്ടുണ്ട്. തുടർ നടപടികൾക്ക് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ ആഴ്ച തന്നെ ടർക്കിയിൽ വെച്ച് ഈ സിറിയൻ വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ചർച്ചകൾ നടത്തും. അതേസമയം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടവും ഈ സൗദിയിൽ വെച്ച് നടന്നു. $142 ബില്യൺ വിലമതിക്കുന്ന അത്യാധുനിക ആയുധങ്ങൾ ഈ സൗദിക്ക് ലഭിക്കാനുള്ള ഒരു ധാരണയായിട്ടുണ്ട്. സൗദി ഈ ആയുധ കരാറ് പല പ്രാവശ്യം ജോ ബൈഡന്റെ കാലത്തും ഒക്കെ അവസാന നിമിഷം വരെ പോയെങ്കിലും പിന്നീട് അത് പാളിപ്പോകുകയായിരുന്നു. ലോക്ഹീഡ് ഫൈറ്റർ ജെറ്റ്സ് F-35 ഉൾപ്പെടെയുള്ള വലിയ ആയുധ ശേഖരമായിരിക്കും സൗദിക്ക് ലഭിക്കുക. സൗദി ആഗ്രഹിച്ച ആയുധങ്ങളെല്ലാം ലഭിക്കും. ഒരുപക്ഷെ $1 ട്രില്യൺ വരെ ഈ പാക്കേജ് പോകാൻ സാധ്യതയുണ്ടെന്ന് സൗദി രാജകുമാരൻ പറയുകയും ചെയ്തു. എന്നാലും ട്രംപിന്റെ കച്ചവട കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു. $600 ബില്യൺ നിക്ഷേപം സൗദി അമേരിക്കയിൽ നടത്തുമെന്ന് ട്രംപ് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ഈ രാജ്യാന്തര പൊളിറ്റിക്സ് പോലും കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ബിസിനസ്സാണ് എല്ലാറ്റിനും മുന്നിൽ എന്ന് അദ്ദേഹം കൊണ്ടുവരുന്നു.